ശ്രീ മാത്യു വർഗീസ്, നോക്കൂ, ഈ PV ശ്രീനിജൻ നേരത്തെ ന്യൂസ് 18നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ ചർച്ചയിൽ ഉണ്ടാകാത്തത് അദ്ദേഹം ഈ സമയത്ത് യാത്രയിലാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്, ഫ്ലൈറ്റിലായിരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടായിരുന്നു. നേരത്തെ ന്യൂസ് 18നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഞാൻ കേൾപ്പിച്ചതാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇവിടെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ വന്നു, സ്പോൺസറായിരുന്നു മുന്നിൽ നിന്നത്, സ്റ്റേഡിയം ഉൾപ്പെടെ കാണിക്കാനൊക്കെ കൊണ്ടുപോയത് സ്പോൺസറാണ്. ശ്രീനിജൻ പറയുന്നു GCDAയുടെ എക്സിക്യൂട്ടീവ് അംഗമായ ഈ ഫുട്ബോൾ അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റായ അദ്ദേഹം ഈ കാര്യം അറിഞ്ഞില്ല. ഈ ഫുട്ബോൾ അസോസിയേഷന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പുകളും ഉണ്ടായിരുന്നില്ല, ഒരു കാര്യവുമായി ബന്ധപ്പെട്ടും അവർ അങ്ങനെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. സാധാരണ നിലയിൽ ഇങ്ങനെയുള്ള അർജന്റീനയെ പോലെയൊക്കെ ഒരു ടീം വരികയും ആ രീതിയിലുള്ളൊരു അന്താരാഷ്ട്ര മത്സരം, സൗഹൃദ മത്സരം നടക്കുകയും ചെയ്യുമ്പോൾ ഫെഡറേഷനെയൊക്കെ ഇങ്ങനെ നോക്കുകുത്തിയാക്കിയാണോ അത് നടത്തുക? അങ്ങനെയാണെങ്കിൽ ഈ സംവിധാനങ്ങൾ എന്തിനാണ്? കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്കും മറ്റും ലക്ഷ്യമിട്ടുള്ള ഈ സംഘടനകളെ ഇങ്ങനെ നോക്കുകുത്തികളായി ഏതെങ്കിലും ഒരു സ്പോൺസർ മുന്നിൽ നിന്ന് ഈ കാര്യങ്ങൾ നടത്താനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് 100% ശരിയാണ്. ഇങ്ങനെയുള്ള സ്പോൺസർമാരാണ് നമ്മുടെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ സ്പോർട്സ് നശിപ്പിക്കുന്നത്. യാതൊരു സംശയമില്ല. ശ്രീ ബഹുമാനപ്പെട്ട MLA പറഞ്ഞത് 100% ശരിയാണ്. നമ്മുടെക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. അത് ഇങ്ങനെ ഒരു വലിയൊരു മാച്ച് വെക്കുമ്പോൾ, വലിയൊരു രണ്ട് കൺട്രികൾ തമ്മിലുള്ള ഒരു മാച്ച് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന് മെയിനായിട്ട് ചെയ്യേണ്ടത് ചില പ്രോപ്പർ ചാനലുകളുണ്ട്. അതായത് നമ്മുടെ DFA ആയിട്ട് ബന്ധപ്പെടണം, KFA ആയിട്ട് ബന്ധപ്പെടണം, AFF ആയിട്ട് ബന്ധപ്പെടണം, AFC ആയിട്ട്, ഏഷ്യൻ കോൺഫെഡറേഷൻ ആയിട്ട് ബന്ധപ്പെടണം. അവരെ എല്ലാം മുൻനിർത്തി, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ്, സ്പോർട്സ് മിനിസ്റ്റർ, സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റർ, അവരെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇത് മുമ്പോട്ട് പോകുള്ളൂ. അല്ലാതെ ഒരു സ്പോൺസർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇതുപോലെ കാണിക്കുന്നത് ചിലപ്പോൾ അത് തട്ടിപ്പ് തന്നെയായിരിക്കും. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് ഒരു രാജ്യത്തെ ഒരു, നിങ്ങളെന്താ പറയുന്നത്, ഒരു വേൾഡിലെ ഏറ്റവും നമ്പർ 1 ടീമാണ് അത്. ഈ കേരളത്തിൽ വരുമ്പോഴത്തേനും അത് എന്തെല്ലാം സെക്യൂരിറ്റി കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ പിൻബലം ഇല്ലാതെ ഇത് നടക്കാൻ പോകുന്നില്ല, ഇത് നടക്കൂല. ഇത് ആൾക്കാരെ പറ്റിക്കാം. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിലുള്ള കൊച്ചു കുട്ടികൾ വരെ മെസ്സിയുടെ ജേഴ്സി ഇട്ട് നടക്കുന്നുണ്ട്. അവർ കേരളത്തിൽ എത്ര സ്പോർട്സുകാരുണ്ട്. നമ്മൾ ഈ മലപ്പുറം ഭാഗത്തേക്കൊക്കെ പോയി നോക്ക്, എല്ലാവരുടെയും കയ്യിൽ ജേഴ്സി മെസ്സിയുടെ ജേഴ്സിയാണ്, മെസ്സിയുടെ 10ാം നമ്പർ ജേഴ്സിയാണ്. മലപ്പുറം മാത്രം എടുക്കണ്ട, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ഈ കാണുന്ന മുഴുവൻ മെസ്സിയുടെ ജേഴ്സി ഇട്ടല്ലേ നടക്കുന്നേ. അപ്പൊ ഇത്രയും ആൾക്കാര്, ലക്ഷക്കണക്കിന് ആൾക്കാര് ഇതിന്റെ പിന്നിൽ സന്തോഷിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഇത് നടക്കൂല എന്ന് പോകുമ്പോ ഈ കേരളത്തിലെ പാവപ്പെട്ട ഈ അർജന്റീന ഫാൻസ്, അതുപോലെ തന്നെ കേരളത്തിലെ സ്പോർട്സുകാര്, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവര്, അവർക്കൊക്കെ വളരെ നിരാശ തോന്നൂലേ? അപ്പൊ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒറ്റ കാര്യം പറയാനുള്ളത്, നല്ല രീതിയിൽ, ആരെ വെറുപ്പിക്കാതെ നല്ല രീതിയിൽ നമുക്ക് ഇത് കൊണ്ടുപോകണം. അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് വേണം, ഇത് AFO അവരോടൊക്കെ സംസാരിച്ചിട്ട് ഇത് നമുക്ക് മെസ്സിനെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു വഴി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മെസ്സി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കേരളത്തിലെ ഫുട്ബോളിന്റെ ഒരു വളർച്ച അതിഭീകരമായിരിക്കും. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലായിരിക്കും. ആ ഒരു ഊർജം നമ്മുടെ മൊത്തം സ്പോർട്സിന്, ഫുട്ബോൾ ഡെവലപ്മെന്റിന് കിട്ടുകയാണ്. അതൊക്കെ ചിന്തിച്ചിട്ട് നമ്മളിത് ഒരു വലിയ വഴക്കുണ്ടാക്കാതെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ശരി.